ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ശുചീകരണം നടത്തി. യുവജനക്ഷേമ ചെയർമാൻ ഷാജറാണ് ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. വയറെരിയുന്നവരുടെ മെഴിനിറയാതിരിക്കാൻ ഉച്ചഭക്ഷണ പൊതിയുമായി മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന ഡിവൈഎഫ്ഐ ഇന്ന് മെഡിക്കൽ കോളേജ് ശുചീകരണ രംഗത്താണ്. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരം ഇന്ന് ശുചീകരിച്ചത്. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും യുവജന കമ്മീഷൻ ചെയർമാനുമായ എം ഷാജറിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ യജ്ഞം. നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളെയും സംഘടനകളെക്കുറിച്ച് നമുക്കറിയാം. അത്തരം സംഘടനകളിലെല്ലാം നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ഒരു നിശ്ചിത കാലത്തിനപ്പുറം നിൽക്കുന്ന സംഘടനയാണെങ്കിൽ ഒരുപക്ഷെ വിദേശ ഫണ്ടിങ്ങോ ആൾക്കായ മറ്റ് ഫണ്ടിങ്ങും ഏജൻസികളെല്ലാം നിൽക്കുന്നൊരു സംഘടനയാണെങ്കിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ ഒരു പ്രത്യേകത, അത്തരം ഏതെങ്കിലും ഒരു സാമ്പത്തികമായ ഫണ്ടിങ്ങോ മറ്റൊന്നുമില്ലാതെ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ കായികമായ ശേഷിയെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്നദ്ധ സേന എന്നുള്ള നിലയിലാണ് യൂത്ത് ബ്രിഗേഡ് പ്രവർത്തിക്കുന്നത്. 250 ബ്രിഗേഡുകളാണ് ശുചീകരണത്തിൽ പങ്കാളികളായത്. രാവിലെ 7 മണി മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി അതിവിപുലമായ ഒരുക്കമാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലാകെ നടന്നു വരുന്നത്. ഇപ്പോൾ തന്നെ 240ഓളം സ്കൂളുകൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലക്കകത്ത് യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു കഴിഞ്ഞു. ഇന്ന് മെഡിക്കൽ കോളേജിൻ്റെ വിവിധ മേഖലകളിലുള്ള ശുചീകരണമാണ്. രക്തദാനത്തിലും ഭക്ഷണപ്പൊതിയിലും സന്നദ്ധ സേവന രംഗത്ത് ശ്രദ്ധയാകർഷിച്ച ഡിവൈഎഫ്ഐയുടെ ആരോഗ്യരംഗത്തെ മറ്റൊരു യജ്ഞം കൂടി വിജയകരമാവുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.